ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. മേപ്പാടം എളനാട് റോഡ്, എളനാട് വാണിയമ്പാറ റോഡ് എന്നിവിടങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ അമിത ഭാരം കയറ്റിപ്പോകുന്ന ടോറസ് വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മെയ് 21-ന് ടോറസ് ലോറിയിൽ നിന്നും വലിയ കല്ല് ആലിച്ചുവട് ഭാഗത്ത് റോഡിലേക്ക് വീണ് വൻ ദുരന്തം ഒഴിവായ സാഹചര്യത്തിലാണ് വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ മെയ് 21-ന് അമിത അളവിൽ കല്ല് കയറ്റിപ്പോയ ടോറസ് ലോറിയിൽ നിന്നും വലിയ കല്ല് ആലിൻചുവട് ഭാഗത്ത് റോഡിലേക്ക് വീണിരുന്നു. ആ സമയത്ത് യാത്രക്കാർ ഇല്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഈ സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി ജോയിന്റ് RTO, പഴയന്നൂർ പോലീസ് ഇൻസ്പെക്ടർ, പഴയന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി, തലപ്പള്ളി തഹസിൽദാർ എന്നിവർക്ക് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറെ സമീപിച്ചതെന്ന് ഷാജഹാൻ എളനാട് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മേപ്പാടം എളനാട് റോഡിൽ അമിത ഭാരത്തിലും അളവിലും കല്ല് കയറ്റി പോയിരുന്ന ടോറസിൽ നിന്നും വലിയൊരു കല്ലാണ് റോഡിലേക്ക് തെറിച്ചു വീണത്. അത്ഭുത യാത്രക്കാരില്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഇവിടെ അമിത ഭാരത്തിലും അളവിലും കല്ല് കയറ്റി പോകുന്ന ടോറസുകളെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി RTO, പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ, പഴയന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ തഹസിൽദാർ എന്നിവർക്ക് പരാതി കൊടുത്തെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എളനാട് തിരുമണി റോഡ് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് BMRTPC നിലവാരത്തിൽ പണി കഴിച്ച റോഡ് 2 മാസം പിന്നിടുമ്പോഴേക്കും റോഡ് തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടു. അപ്പോൾ ഈ വിഷയത്തിൽ PWD ചേലക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് എന്തുകൊണ്ടാണ് റോഡ് തകർന്നത്, അതിനെന്താണ് പരിഹാരമെന്ന് ചോദിച്ചുകൊണ്ട് വിവരാവകാശം നൽകിയിരുന്നു. അതിൽ കിട്ടിയ മറുപടി, അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് തന്നെ എളനാട് തിരുമണി റോഡ് അമിതഭാരം കയറ്റിയ ടോറസ് പോകുന്നത് കൊണ്ട് റോഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു പരാതി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് മനസ്സിലാക്കുന്നത് കോർപ്പറേറ്റുകളോടുള്ള അധികാരികളുടെ വിധേയത്വമാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തായാലും നമ്മുടെ മന്ത്രിമാർ ഇവിടെ മതേതര സമൂഹം കേരളം തെരഞ്ഞെടുത്തയച്ച മന്ത്രിമാർ അവർ ഇവിടെ വിദ്വേഷ പ്രചാരകരുടെ അടുത്തുനിന്ന് ആശീർവാദമാകുന്ന തിരക്കിലാണ്. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരണം. എന്തായാലും എളനാട് മേപ്പാടം റോഡ്, അതുപോലെ തന്നെ എളനാട് തിരുമണി റോഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അമിതഭാരം കയറ്റി പോകുന്ന ടോറസുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ക്വാറികളിൽ നിന്ന് അമിതഭാരം കയറ്റിപ്പോകുന്ന ലോറികൾ റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ചേലക്കര PWD റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മാസങ്ങൾക്ക് മുമ്പ് കളക്ടർ പരാതി നൽകിയിരുന്നതുമാണ്. എന്നാൽ നാളിതുവരെ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥരുടെ കോർപ്പറേറ്റ് വിധേയത്വം സാധാരണക്കാരെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജനപ്രതിനിധികൾ ശ്രമിക്കണമെന്നും വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും വെൽഫെയർ പാർട്ടി മുന്നറിയിപ്പ് നൽകി. You are watching VCV News.